അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അർജുൻ പറയൂ. റോഷ്നി, ഇപ്പോൾ ഈ പാലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂബ ടീമും കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി കൂടുതൽ വഞ്ചികളും മറ്റുമായി പ്രദേശവാസികളും എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി സഹായത്തോടു കൂടി സ്കൂബ ടീം അടക്കം ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. എന്തായാലും ഈ പ്രദേശവാസികളും ഈ പരിശോധനക്കുണ്ട്. ചേട്ടാ, ഇതിന് താഴെ വലിയ ആഴമുണ്ടോ? എങ്ങനെയാ? കുറച്ച് ആഴമുണ്ടാവും. ഇവിടെ ഈ താഴെ കാണുന്ന സ്ഥലത്ത് ഇത്തിരി താഴ്ചയുണ്ട്. കുറച്ചുകൂടെ നീങ്ങിയിട്ട് മണ്ണടിഞ്ഞു കൂടിയാക്കണ കാരണം താഴ്ച കുറവാണ്. അവിടെ താഴെ ചെറിയ എന്തെങ്കിലും ഡാമോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ ചെറിയ ഷട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഷട്ടർ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 6 മീറ്ററെങ്കിലും ആഴമുണ്ടാവും ഈ പാലത്തിൻ്റെ അടുത്ത്. പിന്നെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു തിട്ടുണ്ട്. പിന്നെ ഒഴുക്കില്ലാത്ത സ്ഥലമാണ്, ഒഴുക്കില്ല വെള്ളത്തിന്. ഇപ്പം ഈ മഴയുടെ വെള്ളം ഒഴുക്കുണ്ടാവുള്ളൂ. പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് 6 മീറ്ററോളൊക്കെ ഒരു 6 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും. ഇവിടെ ഇച്ചിരി താഴ്ച കൂടുതലാണ്. ഇതിന് ഇവിടുന്ന് ഒഴുകി തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ റൗണ്ടറിന്റെ അവിടെ നല്ല പൊടിയും വന്ന് നീ തന്നെ ചെയ്യാറ്. അവിടെ താഴെ പായലുണ്ട്. കുറച്ച് നീങ്ങിയിട്ട് പായലുണ്ട്. അങ്ങോട്ട് മുട്ടിക്കിടക്കും പായൽമേ പോകുമ്പോൾ. അല്ലെങ്കിൽ തന്നെ അവിടെ ഉണ്ടാവണം. ഇപ്പം എങ്ങനെ ഇവിടെ ഈ തോണികളൊക്കെ ഇട്ട് ആ ഭാഗത്തൊക്കെ പരിശോധന ഉണ്ടോ? ഞങ്ങൾ താഴെ ഉണ്ടാവുന്നത് എപ്പോഴും ഫിഷിങ്ങിന് അടിക്കാനായിട്ട് താഴെ ഉണ്ടാവുന്നത്. അതിനെ പറഞ്ഞു. ഇന്ന് ഈ സമയത്ത് ഈ പറയുന്ന വൈകിട്ട് 6 മണി ആ സമയത്തൊക്കെ തന്നെ ഇവിടെ താഴെ വഞ്ചികളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് ഉണ്ടാവില്ല. ഇന്ന് ഞായറാഴ്ച അല്ലേ, അല്ല തിങ്കളാഴ്ച അല്ലേ? ഇന്ന് ഉണ്ടാവില്ല. ഉണ്ടാവണം. ഞാനുണ്ടായില്ല. സ്കൂബ ടീമൊക്കെ വന്നിട്ടുണ്ടോ? അതറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഇവിടെ തുഴയണ ഇവിടെ ഇറങ്ങിയേക്കണത് നാട്ടിലുള്ളവരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരെല്ലാവരും ഉണ്ട്. MLA വഞ്ചികൾ ഇറങ്ങിയിട്ടുണ്ടാവും. 2-3 ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. റോഷി, ഈ പാലത്തിന്റെ പരിസരങ്ങളിൽ മാത്രം ഏതാണ്ട് 3 വഞ്ചികളിൽ പ്രദേശവാസികളടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഇത് ന്യൂസ് കണ്ടിട്ട് ദയനീയാവസ്ഥ ഓർത്തിട്ട് ഞങ്ങൾ വന്നതാ. ഞങ്ങളൊരു 4 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ വീട്, വട്ടപ്പുറം എന്നുള്ള പ്രദേശത്താണ്. നമ്മളത് TV കണ്ട് മാനസികമായിട്ട് വരെ കൊച്ചുങ്ങളുള്ള നമുക്ക് മക്കളുണ്ടല്ലോ, ആ ഒരു വികാരത്തിൽ ഞങ്ങളെല്ലാവരും വന്നതാ. ഞങ്ങൾ ഇത്ര നേരം നോക്കി നിന്ന്. ഒരിഞ്ഞ മഴയാണ് ഇവിടെ. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. അതപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുതന്നെയാണ് ഇപ്പോഴുള്ളൊരു വെല്ലുവിളി. ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഇരുട്ടാണ്. അതും ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പരിശോധനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, മറ്റ് ആംബുലൻസ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. സ്കൂബ ടീമും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് DYSP അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ വിവിധ സംഘങ്ങളായി ചേർന്ന് ഈ പാലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ആളുകൾ ഇത് കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അർജുൻ, നമുക്ക് മനസ്സിലാക്കാം അവിടെ നാട്ടുകാർ തന്നെ ഒരുപാട് പേർ ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സമയം ഇത്രയായിരിക്കുന്നു, മഴ പെയ്യുന്നുണ്ട്, 12:17 ആയിരിക്കുന്നു സമയം. പക്ഷേ മുകളിലടക്കം വലിയ ബ്ലോക്ക് ഇപ്പോഴുണ്ട്. വലിയ ബ്ലോക്ക് ഉണ്ട് ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ തന്നെ. അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ സംഭവം അറിഞ്ഞ് ഈ തിരച്ചിൽ പങ്കുചേരാൻ വേണ്ടി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ പാലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കാട് പിടിച്ച ചില ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ തിരച്ചിൽ. പള്ളിയാണത്, മൂഴിക്കുളം ഫൊറോന പള്ളിയുടെ താഴെയാണ് ഈ പറയുന്ന സംഭവം. അത് മൂഴിക്കുളം ഫൊറോന ചർച്ചാണ്. ചർച്ചിന്റെ താഴെയുള്ള കപ്പയുടെ താഴെയാണ് ഈ പാലം ഉള്ളത്. അതാണ് ഈ പാലമാണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വീതി കുറവുണ്ടേ. അതാണ് വഴിക്ക് ഇത് കുറവുള്ള, അതുകൊണ്ട് വഴി ബ്ലോക്കാവാണ്. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾ വന്നിട്ട് തിങ്ങിയിട്ട് പറ്റില്ല. അതായത് ഇത് ഫൊറോന ചർച്ചിനോട് ചേർന്നുള്ള ഭാഗമാണിത്. അപ്പുറത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്. ഇത് ഏതാണ്ട് എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയാണ്. ഈ പാലം കടന്ന് കുറച്ച് ദൂരം കടന്നു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്താൻ കഴിയും. അതായത് എറണാകുളം ജില്ലയുടെ അതിർത്തി എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും. ഇവിടുന്ന് തൃശ്ശൂർ ജില്ലാ അതിർത്തിയാണോ ഈ പുഴയുടെ? കുറച്ച് പോയാൽ ഒരു 2 കിലോമീറ്റർ അകലേക്ക് അങ്ങോട്ട് നീങ്ങിയാൽ മതി. റോഷ്നി, ഇത് ചാലക്കുടി പുഴയാണ്. ഇത് നല്ല ഒഴുക്ക് സാധാരണ രീതിയിൽ മഴക്കാലത്തൊക്കെ നല്ല ഒഴുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ ഒഴുക്കില്ല. പക്ഷേ ഈ പാലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ ആഴമുണ്ട്. ഏതാണ്ട് 6 മീറ്ററോളം ആഴം ഈ പാലത്തിനോട് ചേർന്ന് ഉള്ള ഇതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ തന്നെ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവർ സ്ഥിരമായി ഇവിടെ വഞ്ചി ഉപയോഗിച്ച് ഇതുവഴി ഈ പുഴയിലൂടെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഒരു ഘടന ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പുഴയോട് ചേർന്ന് കുറച്ച്
താഴ്ഭാഗത്ത് ഒരു പായൽ ഉള്ള മേഖലയുണ്ട്. അവിടെയൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനപ്പുറം കുറച്ചുകൂടി താഴേക്ക് ഷട്ടറുകളടക്കം ഉണ്ട്. അവിടെയും പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഈ അമ്മയുടെ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഈ കുട്ടിയുടെ 3 വയസ്സുള്ള കല്യാണിയുടെ അമ്മ പറയുന്നത് ഈ പാലത്തിന് അടുത്തുള്ള ഭാഗത്ത് എത്തി കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു, കുട്ടിയെ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു എന്ന മൊഴിയാണ് ഈ അമ്മ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ ദുഷ്കരമായ കാര്യം ഇവിടെ ശക്തമായ മഴയുണ്ട്, മാത്രവുമല്ല വലിയ ഇരുട്ടാണ്. അതും രക്ഷാപ്രവർത്തനത്തെ എന്താ മൂഴിക്കുളം ജംഗ്ഷൻ ഇവിടെ അടുത്താണ്. മൂഴിക്കുളം ജംഗ്ഷൻ അവിടെ നിന്ന് ബസ് ഇറങ്ങിയെന്ന് പറയുന്ന ആളുകൾ ഇറങ്ങി നടന്നു പോയിന്ന് പറയണത്. മൂഴിക്കുളം ജംഗ്ഷൻ ഇങ്ങോട്ടേക്ക് നടന്ന എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ആ ജംഗ്ഷൻ കാണുന്ന ജംഗ്ഷൻ ഒരു 200 മീറ്റർ. അത്രയില്ല, 200 മീറ്റർ ഉള്ളൂ. അതെ, ഈ യുവതിയുടെ വീട് അവിടുന്ന് കൂടുതൽ കുറുമശ്ശേരി എന്ന് പറയും. കുറുമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂഴിക്കുളം ജംഗ്ഷൻ എത്രയുണ്ടാവും? മൂഴിക്കുളം ജംഗ്ഷൻ അതായിട്ടൊരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ കൂടുതലായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല. കുട്ടിയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ. ഞങ്ങൾക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. കുട്ടിയെ കണ്ടുകിട്ടാതെ, ആ കുട്ടിയെ കണ്ടുകിട്ടി എന്നൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നതടക്കം നാട്ടുകാരടക്കം പറയുകയാണ്. ഇപ്പോൾ